നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താ നിമിഷം തുടങ്ങുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. തിരുവനന്തപുരം ആനാട് കുടുംബശ്രീ പ്രവർത്തകർക്ക് വേങ്ങുല വാർഡ് മെമ്പർ അയച്ച ഓഡിയോ സന്ദേശം പുറത്ത്. പാലത്തിന്റെ ഉദ്ഘാടനമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. 4:30 മണിക്ക് പഴവൂരിൽ എത്തിച്ചേരുക. വരാത്തവരിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ് 100 രൂപ. ഭീഷണി. നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന പരിപാടിയിലെത്താൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 10ാം ദിനവും തുടരുന്നു. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി സ്ഥലം സന്ദർശിക്കും. മാലിന്യ ലോറികൾ എത്തിക്കുന്നതിനെതിരെ സ്ഥലത്ത് രാത്രി വൈകിയും നാട്ടുകാരുടെ പ്രതിഷേധം. വിഷപ്പുകയെ തുടർന്ന് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഡൽഹി മദ്യനയക്കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ ED ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ മനീഷ് സിസോദിയയ്ക്കൊപ്പമിരുത്തി. അറസ്റ്റുണ്ടായാൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് ചന്ദ്രശേഖർ റാവു. H3N2 വൈറസ് ബാധയിൽ ജാഗ്രതയോടെ രാജ്യം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രം. സംസ്ഥാനത്തും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രത. വനിതാ പ്രീമിയർ ലീഗ് 2020 ഇന്ന് ഗുജറാത്ത് ഡൽഹി പോരാട്ടം. മത്സരം വൈകിട്ട് 7:30. ലീഗിൽ ബംഗളൂരുവിന് തുടർച്ചയായ 4ാം തോൽവി. UP വാരിയേഴ്സ് 10 വിക്കറ്റിന് തോൽപ്പിച്ചു.